പ്രേക്ഷകർക്ക് നമസ്കാരം. ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയുള്ള നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ആദ്യത്തെ ഒരു ചോദ്യം ഫസ്റ്റ് ചോദിച്ചുകൊണ്ട് തുടങ്ങാം. ഞാൻ ഇന്ന് എടുത്തൊരു തീരുമാനം ആദ്യം നിങ്ങളോട് പറയുകയാണ്. ഇതിലെത്ര പേര് താല്പര്യമുണ്ട് എന്നറിഞ്ഞിട്ട് പബ്ലിക്കിലേക്കുള്ള എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരോടും ക്ലാസ്സിൽ വരുന്ന സമയത്ത് ഞാൻ കുറേ ദിവസങ്ങളായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ ഇന്ന് കൺഫേം ആയിട്ട് നിങ്ങളോട് പറയാൻ പോവുകയാണ്. നിങ്ങൾ എത്ര പേര് റെഡി ഉണ്ടെന്ന് ഇപ്പോൾ പറയണം. അതിനനുസരിച്ച് എത്ര പേര് നമുക്ക് ഉൾപ്പെടുത്തണമെന്ന് നമുക്ക് നോക്കാം. എല്ലാവരും ഉൾപ്പെടുത്താൻ പറ്റില്ല, ഒരു ക്രൈറ്റീരിയ ഉണ്ട്. ആ ക്രൈറ്റീരിയ ഉള്ളവർ മാത്രമേ ഉൾപ്പെടുത്തുള്ളൂ. യൂട്യൂബ് കാണുന്നവരും ഫേസ്ബുക്ക് കാണുന്നവരും ഇൻസ്റ്റാഗ്രാം കാണുന്നവരും എല്ലാവരോടും പറയാണ്, മെയ് 1-ാം തീയതി മുതൽ നമ്മുടെ 1 crore ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഒരു വർഷം കൊണ്ട് 1 കോടി രൂപയുടെ സേവിങ്സ് ഉണ്ടാക്കാനുള്ള ആൾക്കാർ, ട്രാൻസാക്ഷൻ അല്ല, സേവിങ്സ് മാത്രം, പേഴ്സണൽ സേവിങ്സ് ആക്കിയിട്ട് 1 കോടി രൂപ റെഡിയാക്കി വെക്കാൻ തയ്യാറായുള്ളവർക്ക് വേണ്ടി മാത്രമുള്ള ഒരു ക്ലബ്ബ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 1 crore പേരൊക്കെ പിന്നെ തീരുമാനിക്കാം. അതിൻ്റെ പ്രോട്ടോകോൾ സിസ്റ്റംസ് എല്ലാം എഴുതി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് ഒരു 50% റെഡി ആയിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് സാധാരണ വെറുതെ ഇരുന്ന് ഉള്ള പരിപാടിയല്ല, ദ റിയൽ ആക്ഷൻ പ്ലാൻ. എന്തിനാണ്? 1 കോടി രൂപ നമ്മുടെ പേഴ്സണൽ അസറ്റായിട്ട് കീപ്പ് ചെയ്യാനായിട്ട്. 1 കോടി രൂപ കമ്പനിയുടെ ട്രാൻസാക്ഷനൊക്കെ നോർമലായിട്ട് നടക്കുന്നുണ്ടാവും. ഞാൻ ഈ പറയുന്നത് നാട്ടിലുള്ളവർക്കും അതുപോലെ ഗൾഫിലൊക്കെ ഉള്ളവർക്കും എല്ലാവർക്കും പ്ലാൻ ചെയ്യുന്ന ഒരു പ്ലാനാണ്. കാരണം ഇത് എന്താ പറയുക, അതിനെപ്പറ്റി ഞാൻ ഒന്നും പറയേണ്ട ആവശ്യമില്ല, ബാക്കിയെല്ലാം നിങ്ങൾക്കറിയാം. വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കാൻ, പണിയെടുക്കാൻ, ഉണ്ടാക്കിയെടുക്കാൻ ചങ്കുറപ്പുള്ളവർക്ക് മാത്രം കയറി വരാം. അവരെ മാത്രമേ ചേർക്കുന്നു. ഒരാളായാലും എന്തായാലും ഞാൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. എൻ്റെ 1 കോടിയല്ല എൻ്റെ ലക്ഷ്യം, എൻ്റെ പേഴ്സണൽ മാത്രമാണ് എൻ്റെ 1 കോടി. അത് ഭാര്യ പോലും അറിയണ്ട. അതാണ് എൻ്റെ ഉദ്ദേശം. പക്ഷേ എൻ്റെ ബാക്കി ലക്ഷ്യം പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ആൾക്കാരെ കൂടെ കൂട്ടിയിട്ട് ഒരു എനർജി പാക്ക് ഉണ്ടാക്കിയിട്ട് പോകണം എന്നുള്ള പരിപാടിയാണ്. അതിൻ്റെ പ്രോട്ടോക്കോളുണ്ട്, സിസ്റ്റമുണ്ട്, ഇംപ്ലിമെൻ്റ് ആയിരിക്കുന്നു. മെയ് 1-ാം തീയതി രാവിലെ തുടങ്ങും. മെയ് മാസത്തിന് വേറെ എന്തൊരു പ്രത്യേകത കൂടി ഉണ്ടല്ലേ? അവരുടെ സർവ്വലോച തൊഴിലാളികളുടെ ദിവസമല്ലേ, അന്ന് തന്നെ നമുക്ക് തുടങ്ങാം. കോടീശ്വരൻ, അതെങ്ങനെ മുതലാളിയുടെ ദിവസം അല്ലേ? ഇതുവരെ തൊഴിലാളികളുടെ ദിവസമായിട്ടല്ലേ മെയ് 1 ആഘോഷിച്ചത്. നമുക്കിനി മുതലാളിയുടെ ദിവസമായിട്ട് ആഘോഷിക്കാം. ആരെങ്കിലും കേട്ടിട്ട് തൊഴിലാളികളുടെ നേതാക്കന്മാരുണ്ട്, അവരോടും പറഞ്ഞു നിങ്ങളും കയറി വാ. തൊഴിലാളിക്കാരൊക്കെ പോയി ഇന്ന് മുതലാളി കാര്യത്തിൽ കിടക്കാം. 1 crore ക്ലബിൽ ജോയിൻ ചെയ്യാൻ ആൾക്കാർ ഇപ്പോൾ പറഞ്ഞോളാം, ലിമിറ്റഡ് ആയിട്ട് ആൾക്കാർ. ഞാനൊരു ഗൂഗിൾ ഫോം നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിലും അതുപോലെ തന്നെ നമ്മുടെ ചാനലിന് താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് ഫില്ല് ചെയ്ത് അയക്കുക. അതിൽ നിന്നും സെലക്ട് ചെയ്തവർക്ക് മാത്രമേ ഉള്ളൂ. അതിന് ഫീസും കാര്യങ്ങളും, നിങ്ങൾ 1 കോടി ക്ലബിലേക്ക് വരാൻ 1 ലക്ഷം തരണമെന്നൊന്നും സ്വീകരിക്കില്ല. നിങ്ങൾ ആ ക്രൈറ്റീരിയം, ആ എനർജി നിങ്ങൾക്കുണ്ട് എന്ന് തെളിയിച്ചു മതി. കാരണം 100% റിസൾട്ട് ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ലക്ഷ്യം. അപ്പോൾ റെഡിയുള്ളവർ തമിഞ്ഞോളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു. ഇതാദ്യം പറയണം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇതുവരെ സംസാരിച്ചതോ ഇതുവരെ ഉള്ളതോ അല്ല ആയതിനപ്പുറത്തേക്കുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. നിങ്ങൾ സാധാരണയായിട്ട് നിങ്ങൾ എൻ്റെ മുമ്പിലിരിക്കുന്ന പലരും ഇതിനു മുമ്പേ ലോ ഓഫ് അട്രാക്ഷൻ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. ലോ ഓഫ് അട്രാക്ഷൻ ഒരുപാട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നിങ്ങൾ കോഴ്സ് ചെയ്തിട്ടുമുണ്ടാവും. എന്നിട്ടും നിങ്ങൾക്ക് ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യം. ജീവിതം മാറാത്തത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന് നിങ്ങൾ സത്യസന്ധമായി ഒന്ന് ചിന്തിച്ചു നോക്കുക. നമ്മുടെയൊക്കെ ഉള്ളിൽ ഒരുപാട് വലിയ സ്വപ്നങ്ങളുണ്ട്. ഞാൻ ആ വാക്ക് ബോധപൂർവ്വം ഉപയോഗിച്ചാണ്. നമ്മുടെയൊക്കെ ഉള്ളിലാണ്, നിങ്ങളുടെ ഉള്ളിലുണ്ടോ എന്നല്ല ചോദിച്ചത്, നമ്മുടെയൊക്കെ ഉള്ളിൽ. കാരണം എനിക്കും ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, അതുകൊണ്ട് തന്നെയാണ്. അപ്പം നമ്മുടെയൊക്കെ ഉള്ളിൽ ഒരുപാട് വലിയ സ്വപ്നങ്ങളുണ്ട്. പക്ഷേ അത് പലപ്പോഴും യാഥാർത്ഥ്യമായി മാറുന്നില്ല എന്ന് തോന്നാറുണ്ടല്ലേ? ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു സംഭവം നമ്മളെ തടയുന്നു എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ലെസ് ഒന്ന് ടൈപ്പ് ചെയ്തൊക്കെ നോക്കട്ടെ. ഉണ്ടെങ്കിൽ ലെസ് ഒന്ന് ടൈപ്പ് ചെയ്തോക്കൂ. നമ്മൾ പോസിറ്റീവായി ചിന്തിക്കുന്നു, പോസിറ്റീവായി സംസാരിക്കുന്നു, പോസിറ്റീവായി ഇരിക്കാൻ ശ്രമിക്കുന്നു, ഒരുപാട് വീഡിയോകൾ അതിന് കാണുന്നു, ഒരുപാട് ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്നു, ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ
നമുക്കാവശ്യമുള്ള സമയത്ത് എന്തുകൊണ്ടാണ് കാര്യങ്ങൾ തെറ്റിപ്പോകുന്നത്? അല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരു രീതിയിൽ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളും ശരിക്കും നമ്മൾ കൺട്രോൾ ചെയ്യുന്നതാണോ? അല്ലെങ്കിൽ ഏതോ ഒരു അൺസീൻ ഫോഴ്സ്, അല്ലെങ്കിൽ മറ്റേതോ ഒരു സത്യമാണോ, മറ്റോ എന്തോ ഒരു സംഭവമാണോ അത് നിയന്ത്രിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ചിന്തിച്ചിട്ടുണ്ടാവും. സ്വാഭാവികമായിട്ട് ചിന്തിച്ചിട്ടുണ്ടാവും. ഇല്ല എന്നാരും പറയട്ടെ, ചിന്തിച്ചിട്ടുണ്ടാവും. ഇവിടെയാണ് നമ്മൾ എല്ലാവരും ചെയ്യുന്ന വലിയൊരു മിസ്റ്റേക്കിനെ പറ്റി പറയുന്നത്. നമ്മൾ എല്ലാവരും ശ്രമിക്കുന്നത് പുറമേയുള്ള നമ്മുടെ അവസ്ഥ മാറ്റാൻ വേണ്ടിയിട്ടാണ്. എന്ന് നേരത്തെ ഉച്ചക്ക് നടന്ന നമ്മുടെ മെമ്പർഷിപ്പ് ക്ലാസ്സിൽ ഞാൻ ഒരു ഉദാഹരണ സഹിതം ഒരു കാര്യം പറയേണ്ടായി. നമ്മളൊരു സിറ്റുവേഷൻസ് കണ്ടു കഴിഞ്ഞാൽ, ഒരു സിറ്റുവേഷനിൽ കടന്നു പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഉദാഹരണം ഇങ്ങനെയായിരുന്നു, വളരെ ലളിതമായി തന്നെ പറഞ്ഞു പോവാം. നമ്മൾ ഒരു ദിവസം രാവിലെ എഴുന്നേക്കാൻ ലേറ്റ് ആയിപ്പോയി. അപ്പോൾ എഴുന്നേറ്റ് ഉടനെ നമ്മൾ സ്വാഭാവികമായിട്ട് എന്താ ചെയ്യുക? അയ്യോ, ഞാൻ ലേറ്റ് ആയി പോയല്ലോ എന്ന് കരുതി നമ്മൾ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ, അയ്യോ ലേറ്റായി, ഇനിയിപ്പോൾ അത് ചെയ്യണം ഇത് ചെയ്യണം, അങ്ങനെ പലതും പറഞ്ഞ് നമ്മൾ ആകെ സങ്കടപ്പെട്ട് വെപ്രാളപ്പെട്ട് കാര്യങ്ങളൊക്കെ ഒരു വിധത്തിൽ എവിടെയൊക്കെ ഒപ്പിച്ച് പലതും വിഷയങ്ങളാക്കി ഒപ്പിച്ച് നമ്മളെങ്ങനെ ഓഫീസിലൊക്കെ പോകും. അല്ലെങ്കിൽ നമ്മൾ അന്നത്തെ ദിവസം നമ്മൾ നിൽക്കും. വൈകുന്നേരം വരെ ഇതായിരുന്നു. രാവിലെ എഴുന്നേറ്റ് കുറച്ച് നേരത്തെ എഴുന്നേറ്റിരുന്നെങ്കിൽ ഓക്കെ ആയിരിക്കും എന്ന് നമ്മൾ ചിന്തിക്കും. എന്നിട്ട് അതിൽ സങ്കടവും തീർന്ന് നിൽക്കും. എന്നിട്ട് വൈകിട്ടാകുമ്പോൾ നമ്മൾ കിടക്കാൻ പോകുമ്പോൾ നമ്മൾ വിചാരിക്കും, ഇന്ന് വളരെ സങ്കടമായിരുന്നു അവസ്ഥ, നമ്മുടെ എല്ലാം വിഷയങ്ങളായിരുന്നു, അതുകൊണ്ട് നാളെ രാവിലെ ഈ വിഷമം ഉണ്ടാവാൻ പാടില്ല, നമ്മളെല്ലാം ശരിയാക്കണം എന്ന് പറഞ്ഞ് കിടന്നുറങ്ങും. പിറ്റേ ദിവസം രാവിലെയും ഓൾമോസ്റ്റ് സെയിം അവസ്ഥ വരും. ഓൾമോസ്റ്റ് ആൾക്കാർക്ക് സെയിം അവസ്ഥ വരും. ഇല്ലെങ്കിൽ അൾറാമൊക്കെ പഠിച്ചിട്ട് ക്വിക്കായി എഴുന്നേറ്റാലും ഓ എന്നുള്ള ഒരവസ്ഥയായിരിക്കും അനുഭവിക്കുന്നത്. ഇവിടെ എന്തുകൊണ്ടാണ് അതിങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ, ആക്ച്വലി എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മൾ നമ്മൾ ലേറ്റായിട്ട് എഴുന്നേറ്റതിന് ശേഷം നമുക്ക് സങ്കടമുണ്ടായി, അല്ലെങ്കിൽ കുറ്റബോധം തോന്നി, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ വികാരം തോന്നി, നമ്മൾ അന്ന് രാത്രി കിടക്കാൻ പോകുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത്, നാളെ എനിക്ക് സങ്കടം ഉണ്ടാവാൻ പാടില്ല, നാളെ നമ്മൾ നേരത്തെ എഴുന്നേക്കണം എന്നല്ലേ നമ്മൾ ചിന്തിക്കുക. യഥാർത്ഥത്തിൽ നിങ്ങളെ ആ കഷ്ടത്തിലാക്കിയത് എഴുന്നേൽക്കാൻ ലേറ്റ് ആയതുകൊണ്ടാണോ, അല്ലെങ്കിൽ സങ്കടം വന്നതുകൊണ്ടാണോ, എഴുന്നേക്കാൻ ലേറ്റ് ആയിപ്പോയല്ലോ എന്നുള്ള നിങ്ങളുടെ ചിന്തയിലാണോ? അല്ലേ? എഴുന്നേക്കാൻ ലേറ്റ് ആയിപ്പോയല്ലോ എന്ന് ചിന്തിച്ചിട്ട് നിങ്ങൾ ദേഷ്യത്തിലും സങ്കടത്തിലും ദുഃഖത്തിലും അവസ്ഥയിൽ പോയതല്ലേ യഥാർത്ഥ വിഷയം. അല്ലാതെ ലേറ്റ് ആയത് കൊണ്ട് വന്ന ദേഷ്യത്തിലല്ലല്ലോ യഥാർത്ഥ പ്രശ്നം, അല്ലെങ്കിൽ സങ്കടത്തിലല്ലല്ലോ പ്രശ്നം. യഥാർത്ഥ വിഷയം ലേറ്റായി പോയോ, എൻ്റെ കാര്യം പോയല്ലോ എന്നുള്ള ചിന്തയിലാണ് വിഷയം. ഞാൻ പറഞ്ഞത്, പിറ്റേ ദിവസം അന്ന് രാത്രി കിടന്നുറങ്ങാൻ പോകുമ്പോൾ നിങ്ങൾ മാറ്റാൻ ശ്രമിക്കുന്നത് ആ സങ്കടത്തിനെ, അല്ലെങ്കിൽ ദുഃഖത്തിനെ, അല്ലെങ്കിൽ ആ ഇമോഷനെ, അതിനെയാണ് നമ്മൾ മാറ്റാൻ ശ്രമിക്കുന്നത്. അല്ലാതെ ഈ ചിന്ത മാറണമെന്ന് പറയുന്നില്ലല്ലോ. നമ്മൾ പറയുന്നുണ്ടോ? ഇല്ല. ആ സങ്കടം എനിക്ക് വേണ്ട എന്താ പറയുന്നത്? സങ്കടം ഉണ്ടാവാൻ കാരണം ഈ ചിന്തയായിരുന്നു എന്ന് മനസ്സിലാക്കുന്നില്ല. ഇതാണ് ഇന്റേണൽ ചേഞ്ചസ്, നമുക്ക് വേണ്ട ചേഞ്ചസിന്റെ പ്രത്യേകത. നമ്മൾ പുറമേ മാറാൻ ശ്രമിക്കുന്നു. ഇമോഷൻ എന്ന് പറയുന്നത് പുറമേ സംഭവിക്കുന്ന ഒരു കാര്യമാകുമ്പോൾ അതിനെ മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നു. പക്ഷെ അതിൻ്റെ ഇമോഷൻ ഉണ്ടാവാനുള്ള കാരണത്തെ മാറ്റാൻ നമ്മൾ ശ്രമിക്കുന്നില്ല. ഇവിടെയാണ് നമ്മുടെ കൺഫ്യൂഷൻസ് വരുന്നത്. കാരണം നിങ്ങൾക്ക് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഒരു 5-10 പേര് മാത്രം, 5ഓളം പേര് മാത്രമേ 1 കോടി ക്ലബിനെ സ്വാഗതം ചെയ്തിട്ടുള്ളൂ. ഇവിടെ ഞാൻ തിരിച്ചു ചോദിക്കുകയാണ്, എല്ലാവർക്കും 1 കോടി രൂപ വേണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? പേരൊന്ന് പറഞ്ഞു എല്ലാവരും. 1 കോടി വേണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ പേരൊന്ന് ടൈപ്പ് ചെയ്ത് ടക് 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 ടക്. എല്ലാവരും. ഇവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് 1 കോടി വേണമെന്ന് പറയുന്നു, പക്ഷേ 1 കോടിക്ക് വേണ്ടിയുള്ള പ്രവർത്തനം ചെയ്യാനായിട്ട് നിങ്ങൾ തയ്യാറല്ല. റെഡിയല്ലേ? വേണമെന്ന് പറയുന്നു, 1 കോടിക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിനെ പറ്റി ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ അതിൽ നിങ്ങളില്ലല്ലോ. ഈ പറഞ്ഞ ആൾക്കാർ ആരും ഇല്ലല്ലോ. ഡിഫറൻസ് അല്ലേ? ഇതല്ലേ യഥാർത്ഥ ഡിഫറൻസ്?
റിയൽ ആയിട്ട് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ സക്സസ് വേണമെന്ന് ആഗ്രഹിക്കുന്നു, പക്ഷേ സക്സസ് വന്നാൽ നമുക്കുണ്ടാവുന്ന ഐഡന്റിറ്റി ചേഞ്ചിനെ പറ്റി നമ്മൾ മനസ്സിലാക്കുന്നില്ല. ആ ഭയം നമുക്കുണ്ടാകുന്നു. നമുക്ക് ഫ്രീഡം വേണമെന്ന് ആഗ്രഹിക്കുന്നു, പക്ഷെ ഫ്രീഡം വന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഫ്രീഡം കൊണ്ട് എന്താ ഗുണം? എന്തൊക്കെയാണ് ഫ്രീഡം കൊണ്ടുള്ള ഗുണം, അല്ലെങ്കിൽ ഫ്രീഡം കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നറിയില്ല. ഇതാണ് സബ് കോൺഷ്യസ് മൈൻഡിലെ ആ ബ്ലോക്കിനെ പറ്റി ഞാൻ നേരത്തെ പറയുന്നത്. അപ്പൊ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വന്നു കയറുന്നു. ഇതെന്തായിരിക്കും, എന്താ ഈ പറയണത്? കാരണം കൺഫ്യൂഷൻസ് ഉണ്ടാവാനുള്ള പ്രധാന കാരണം ട്രൂത്ത് എന്ന് പറയുന്നത്, സത്യം എന്ന് പറയുന്നത് അത്ര കണ്ട് സിമ്പിളായ കാര്യമല്ല. നിങ്ങൾക്ക് കിട്ടുന്ന ഈ റിസൾട്ടുകൾ നിങ്ങളുടെ എഫേർട്ട് കൊണ്ട് ഉണ്ടാക്കുന്ന റിസൾട്ടുകളാണോ, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ടുകൾ നമ്മൾ എഫേർട്ട് ചെയ്തിട്ട് ഉണ്ടാകുന്ന റിസൾട്ടാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഐഡന്റിറ്റിയുടെ റിഫ്ലക്ഷൻ ആണോ എന്നുള്ളതാണ്. കാരണം അതാണ് ശരിക്കും മനസ്സിലാക്കേണ്ടത്. നമ്മളെല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡിയാണ്. ഹാർഡ് വർക്ക്, ഹാർഡ് വർക്ക്, ഹാർഡ് വർക്ക്, എഫേർട്ട് ഇട്ട് ചെയ്യും. എഫേർട്ട് ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ടുകൾ എത്രത്തോളം ഉണ്ടാവുമെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം തന്നെയാണത്. അങ്ങനെയല്ല ഇത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. കാരണം നമ്മൾ ചേഞ്ച് ആവാൻ ശ്രമിക്കുന്നത് നമ്മുടെ ആക്ഷനിലൂടെയാണ്, അല്ലേ? അല്ലെങ്കിൽ ആ ആക്ഷൻ എല്ലാം നമ്മുടെ ബിലീഫ്സ് ആയിരിക്കുമോ? ഇല്ല. അവിടെയാണ് വ്യത്യാസം വരുന്നത്. അപ്പോൾ ഞാൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു പോകാം. ഇവിടെ നമ്മൾക്ക് യഥാർത്ഥത്തിൽ മാറ്റം ഉണ്ടാവണമെങ്കിൽ നമ്മൾ മാറേണ്ടത് നമ്മുടെ ആക്ഷനിൽ മാത്രമല്ല, നമ്മളുടെ വൈബ്രേഷൻ ലെവലിലാണ് മാറ്റപ്പെടുത്തേണ്ടത്. അതായത് നമ്മുടെ പോസിറ്റീവ് തിങ്കിങ് മാത്രം പോരാ, പോസിറ്റീവായി മാറണം നമ്മൾ. ഒരു പ്രോബ്ലം വരുമ്പോൾ അതിനെ സോൾവ് ചെയ്യുന്ന ആളല്ല, പ്രോബ്ലം നമുക്ക് ഉണ്ട് എന്ന് പോലും തിരിച്ചറിയാത്ത അവസ്ഥയിലേക്കായിരിക്കണം. അതാണ് നമ്മുടെ വൈബ്രേഷൻ എന്ന് പറയുന്നത്. ഈ വൈബ്രേഷൻ നമ്മൾ മാറ്റാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് റിയൽ ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പലരും ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ പറയുന്നുണ്ട്, ഞാനിതൊക്കെ ചെയ്യുന്നതാണ്, അഫർമേഷൻ എഴുതുന്നു, മെഡിറ്റേഷൻ ചെയ്യുന്നു, ഒക്കെ ചെയ്യുന്നു, പക്ഷെ എനിക്കത് റിസൾട്ട് കിട്ടില്ല, മാറിയില്ല വൈബ്രേഷൻ എന്ന്. നോക്കൂ, പല ആൾക്കാരും സംഭവിക്കുന്നത് അവരെല്ലാം പോസിറ്റീവാണ്, പക്ഷെ പണം ആയി വരുന്നില്ല. പലരും വിഷ്വലൈസേഷൻ ചെയ്യുന്നു, പക്ഷെ ലൈഫ് പിന്നെയും സ്റ്റക്കായി കിടക്കുന്നു. പലർക്കും കോൺഫിഡൻസ് ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നു, പക്ഷെ ആ ഫിയർ അവിടുന്ന് പോകുന്നില്ല. നമ്മളിപ്പോൾ ഹിപ്നോസിസ് ഓഫ് അട്രാക്ഷൻ ചെയ്തപ്പോഴും ഒക്കെ ഇതേ സിസ്റ്റത്തിൽ തന്നെയാണ് കടന്നുപോയത്. ഇവിടെ എന്ന് വെച്ചാൽ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ ട്രൈ ചെയ്യുന്നതൊക്കെ സർഫസ് ലെവലിൻ്റെ മാറ്റങ്ങളാണ്. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത്, കഴിഞ്ഞ ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സിലൊക്കെ പങ്കെടുത്തവരോടും എല്ലാവരോടും പറയാൻ പോകുന്നത്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറയാൻ പോകുന്നത് സർഫസ് ലെവലിലെ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചിട്ടല്ല, മറിച്ച് ഡീപ്പായിട്ടുള്ള ഒരു സിസ്റ്റത്തെ കുറിച്ചാണ്. എന്താണ്? പഠിച്ചിട്ടുണ്ട്, പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്, റിസൾട്ട് ഇല്ല എങ്കിൽ അവർക്ക് വേണ്ടി മാത്രമുള്ള ഒരു സിസ്റ്റത്തെ കുറിച്ചാണ്. അതായത് നമ്മൾ ആരാണ്, നമ്മൾ എന്താണ് വിശ്വസിക്കുന്നത്, നമ്മുടെ ഉള്ളിലെ പ്രോഗ്രാമിംഗ് എന്താണ്, അതാണ് നമ്മുടെ ജീവിതം തീരുമാനിക്കുന്നത്. അപ്പം നമ്മൾ മാറ്റപ്പെടുത്തേണ്ടത് ആദ്യം നമ്മൾ തന്നെയുള്ള വിശ്വാസത്തെയും നമ്മളുടെ സിസ്റ്റത്തെയുമാണ് നമ്മൾ മാറ്റേണ്ടത്. അതിനെ റീപ്രോഗ്രാം ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു പ്രധാനപ്പെട്ട 3 മിസ്റ്റേക്കുകൾ കൂടി ചൂണ്ടിക്കാണിക്കാൻ നമുക്ക് സാധാരണ നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു വലിയ മിസ്റ്റേക്ക്. ഒന്ന്, നമ്മൾ എന്താണെന്ന് വെച്ചാൽ പോസിറ്റീവ് തിങ്കിങ് ഉണ്ടാവണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പോസിറ്റീവ് തിങ്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. പോസിറ്റീവ് തോട്ട്സിന് വേണ്ടിയുള്ള കാര്യങ്ങൾ റിപ്പീറ്റഡ് ആയി പ്രാക്ടീസ് ചെയ്യുന്നു. ഞാൻ സമ്പന്നനാണ്, ഞാൻ പണക്കാരനാണ്, ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇതാണ്, ഞാൻ അതാണ്, ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഈ പ്രാക്ടീസ് ചെയ്യുമ്പോഴെല്ലാം അകത്ത് കിടക്കുന്നത് ഒരു നെഗറ്റീവ് ബിലീഫ്സാണ്. ഇത് സംഭവിക്കുന്നു എന്നറിയാം, പക്ഷെ എങ്കിലും അത് പറഞ്ഞു വരുമ്പോൾ എന്തോ ഒരു സാധനം കയറി വരുന്നു. അതിപ്പോൾ എങ്ങനെയാണ് സംഭവിക്കുക എന്നുള്ള ചോദ്യം വരുന്നു. ഇപ്പം ഞാൻ പണക്കാരനാകുന്നു എന്ന് പറയുമ്പോൾ ആ തൊട്ടടുത്ത് ഉള്ളിൽ തന്നെ വരും, അതെങ്ങനെ ഇപ്പം സാധിക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? ഈ തോട്ട്സ് ഇല്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും വന്നിട്ടില്ലേ, പലർക്കും വന്നിട്ടില്ലേ? എങ്ങനെ ഞാൻ രാവിലെ അഫർമേഷൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ എത്ര പേര് 100% അത് കിട്ടുമെന്ന് പറഞ്ഞിട്ട് അഫർമേഷൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്? ഇടയിൽ കയറി വരുന്നില്ലേ അടിവയറ്റുന്ന ഒരു സാധനം? ഇല്ല എന്ന് പറയുന്നത് യെസ് ഓർ നോ ടൈപ്പ് ചെയ്തേ.
അല്ല എൻഗേജ് ആണ്. കമൺ ടൈപ്പ് ചെയ്തേ, യെസ് ഓർ നോ എന്ന് ടൈപ്പ് ചെയ്യും. എനിക്കുണ്ട് കേട്ടോ, നിങ്ങൾക്കില്ലെങ്കിലും എനിക്കുണ്ട്. വിജേഷ് ഈ പാട്ട് കട്ട് ചെയ്തു ഉണ്ടോല്ലേ? ഇല്ല, നമ്മൾ അതിനനുസരിച്ച് തന്നെ ഇരിക്കുള്ളൂ. യെസ്, കണ്ടോ? എന്താന്ന് വെച്ചാൽ ആ ബിലീവ്സ് ആണ് നമ്മളെ ഇമോഷൻ അല്ലെങ്കിൽ നമ്മളെ തകർക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? ഒരു കോൺഫ്ലിക്റ്റ് അവിടെ ക്രിയേറ്റ് ചെയ്യും അല്ലേ? കോൺഫ്ലിക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എനർജി ബ്ലോക്ക് നടക്കും. നിങ്ങൾ പുറത്ത് നിന്ന് നല്ല എനർജി ക്രിയേറ്റ് ചെയ്യും. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഞാൻ ജസ്റ്റ് ഞാൻ സംഭവിച്ചൊരു കാര്യം പറയാം. ഈ സാധനം നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടല്ലേ? പലരും വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇത് അത്രയും പവർഫുള്ളായ സാധനമാണ്. പക്ഷേ മിനിയാന്നല്ല, ഇത് ഒരു മാസം മുമ്പ് എൻ്റെ അടുത്ത് വാങ്ങിച്ച ഒരാൾ 4 തവണയായി ചോദിക്കുന്നു, സാറേ ഇതെന്തിനാ, ഇതിലെന്താ ചെയ്യുക, ഇതെങ്ങനെ ചെയ്യുക? ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് ഇതെന്താണ് ചെയ്യേണ്ടത്, ഇതിനകത്ത് അടിയിൽ എന്താ നിങ്ങൾ എഴുതി വെക്കേണ്ടത്. ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, 1-2 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആൾക്ക് ഒരു പിടിയും കിട്ടിയിട്ടില്ല ഇതെന്താന്നുള്ളത്. വാങ്ങിച്ചു വെച്ചോണ്ട് വല്ല കാര്യം ഉണ്ടാവോ? നിങ്ങളുടെ എനർജിയും അതിൻ്റെ എനർജിയും കണക്റ്റ് ആകുമ്പോൾ മാത്രമാണ് അതിൻ്റെ പവർ നിങ്ങളിലേക്ക് വരുന്നത്. അല്ലെങ്കിൽ എന്താ കാര്യമുള്ളത്? നിങ്ങളുടെ എനർജി മറ്റേ വഴിക്ക്, അതിൻ്റെ എനർജി അതിൻ്റെ വഴിക്ക്, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യില്ല. അത് എനർജി അബ്സോർവ് ചെയ്ത്, സമ്പത്തിൻ്റെ എനർജി അബ്സോർവ് ചെയ്ത് അവിടെ റെഡിയാക്കി വെച്ചിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ആ എനർജിയിലില്ലെങ്കിൽ, നിങ്ങളെന്നല്ല, ആ ആൾ ആ എനർജി ഇല്ലെങ്കിൽ ആ എനർജിയിലേക്ക് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നില്ല. നമ്മൾ പറഞ്ഞു, സാർ ഇതെന്തിനാ, എങ്ങനെ ചെയ്യുക, അയ്യോ എനിക്കൊന്നും കിട്ടിയില്ലല്ലോ. ഞാൻ പറഞ്ഞത് ഈ പറയുന്നതിനല്ല, ആ എനർജി എക്സ്ചേഞ്ചിലേക്ക് പോകാൻ നമ്മൾ തയ്യാറാവുന്നില്ല എന്നതാണ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ലോ ഓഫ് അട്രാക്ഷൻ പഠിച്ചവർ പല ടെക്നിക്ക്, ഇന്നലെ ഞാൻ ടെക്നിക്ക് പറഞ്ഞു തന്നു. നല്ല റിസൾട്ടുകൾ കുറേ ആൾക്ക് റിസൾട്ട്, അതിപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കുന്നില്ല. റിസൾട്ടുകൾ ഇന്നലെ തന്നെ വന്നവരുണ്ട്, ഇന്ന് കിട്ടിയവരുണ്ട്. ഓക്കെ, അവരൊരു ദിവസം സംസാരിക്കും, ഇന്നിപ്പോൾ നമ്മൾ സമീര. അപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ ഇമോഷനെ നമ്മൾ ഇഗ്നോർ ചെയ്യുന്നു. അവിടെ ലോ ഓഫ് അട്രാക്ഷനെ പറ്റി ചിന്തിക്കുന്നു, ഫീൽ ചെയ്യുന്നു. പക്ഷെ എന്താണ് ഫീൽ ചെയ്തത്, അതിനെ മാത്രമേ നമ്മൾ അട്രാക്ട് ചെയ്യുള്ളൂ. ഫീലിംഗ് എന്താണ്? ഭയം, സങ്കടം, കുറ്റബോധം, എംപത്തി, അല്ലെങ്കിൽ മറ്റെന്താ പറയാ, ഇതൊക്കെയാണ് നമ്മൾ ഇമോഷനായിട്ട് വരുന്നത്. അപ്പൊ അത് തന്നെ വരിക തന്നെ ചെയ്യും. ഇത് ഏത് ലോ ഓഫ് അട്രാക്ഷനിലും പ്രാക്ടീസിലും ഇത് തന്നെയാണ് എല്ലാവരും ചെയ്യുന്നത്. കാരണം കോൺഫിഡൻസ് ഉണ്ടായാൽ മാത്രമാണ് സാധ്യതകൾ നമ്മളിൽ എത്തുക. അപ്പം പലരും കരുതുന്നത് വെറുതെ വിഷ്വലൈസ് ചെയ്താൽ മതി, കണ്ണടച്ചിരുന്നാൽ മതി, കണ്ണടച്ചെത്തി എല്ലാം നടക്കും. അങ്ങനെയല്ല അത് നടക്കുന്നത്. അത് നടക്കുന്ന പ്രത്യേകത, അതിനൊരു അലൈൻമെൻറ്റിലേക്ക് എത്തണം. ഒരു അലൈൻമെൻറ്റ്, ആ അലൈൻമെൻറ്റ് വിത്ത് ആൻ ആക്ഷൻ ഈസ് ഈക്വൽ ടു റിസൾട്ട്. ഈ അലൈൻമെൻറ്റിനെ പറ്റിയിട്ടാണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങളിലേക്ക് പറയാൻ പോകുന്നത്. ഇനി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഈ അലൈൻമെൻറ്റ്, ഇൻറ്റേർണൽ ആയിട്ടുള്ള ഐഡൻറ്റിറ്റി ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാം നിങ്ങൾക്ക് അഡ്വാൻസ് മാനിഫെസ്റ്റേഷൻ ലോ ഓഫ് അട്രാക്ഷൻ സിസ്റ്റത്തിലാണ് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്. ലൈവ് ക്ലാസ് എടുക്കാൻ പോവുകയാണ് അടുത്ത 21 ദിവസത്തേക്ക്. ഈ ഇൻറ്റേർണൽ ഐഡൻറ്റിറ്റി ചേഞ്ചസ് വരുത്താനും മൈൻഡിനെ ഇമോഷൻ ബാലൻസ് ചെയ്തുകൊണ്ട് ആക്ഷൻ അലൈൻമെൻറ്റിലേക്ക് പോകാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ കോഴ്സ്. നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് ഈ കോഴ്സ്. ഈ കോഴ്സ് ചെയ്ത് കഴിഞ്ഞ് 7 ദിവസം കൊണ്ട് നമ്മളൊരു സ്ട്രക്ചറിലെത്തും. അപ്പോഴും നമ്മുടെ ക്രോർപതി കാര്യങ്ങൾ കൂടി സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെയാണ് കോഴ്സിനെ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 7 ദിവസം നിങ്ങൾ 7 ദിവസം ആദ്യം പ്രിൻസിപ്പൾ സെറ്റ് ചെയ്യും. 7 ദിവസം അതിൻ്റെ ബാക്കി കാര്യങ്ങൾ പറഞ്ഞു വരും. അതായത് വൈബ്രേഷൻ മാറ്റുന്ന ശീലങ്ങൾ നമ്മൾ 7 ദിവസം ഹാബിറ്റ് ചേഞ്ചസ് ഉണ്ടാക്കും. അത് 7 ദിവസം തിയറി പഠിപ്പിക്കും, അതിൻ്റെ പ്രിൻസിപ്പിൾസ് പഠിപ്പിക്കും. അത് കൃത്യം മനസ്സിലാക്കുക. 7 ദിവസം കഴിഞ്ഞും അതിൻ്റെ വൈബ്രേഷൻ ചേഞ്ചസിൻ്റെ പ്രാക്ടീസുകൾ തുടങ്ങും, ഹാബിറ്റ്സ് ചേഞ്ച് വെക്കും. അടുത്ത് കഴിഞ്ഞ് പിന്നത്തെ 7 ദിവസം നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നിക്കൽ പഠിപ്പിക്കും. 100-ൽ 100% റിസൾട്ട് നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റും. ഇത് വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളിലൂടെയാണ് പോകുന്നത്. അപ്പോൾ ബാക്കി സിലബസ് എന്താ പറയുക, നിങ്ങൾ ഈ പുസ്തകത്തിൽ ഞാൻ പറഞ്ഞതൊക്കെ ബേസിക് ആയിട്ടുള്ള ലോ ഓഫ് അട്രാക്ഷനാണ്. നമ്മുടെ ബേസിക് ആയിട്ടുള്ള ലോ ഓഫ് അട്രാക്ഷൻ കോഴ്സ് വേറെയും ഒന്നുണ്ട്.
ഇപ്പോൾ അഡ്വാൻസ് ലോ ഓഫ് അട്രാക്ഷനിലേക്ക് നിങ്ങൾ കൊണ്ടുപോവാണ്, ലൈവ് ക്ലാസ് ആയിട്ട് കൊണ്ടുപോകാൻ പോവാണ്. കാരണം ഓരോ ആളുടെ എനർജി തൊട്ടറിഞ്ഞ് പറഞ്ഞു തരും, ഇത് മാറ്റണം മണി ഉല്ലാസ്, ഇത് മാറ്റണം ലതാ സരസ്വതി, ഇതാണ് അക്സെപ്റ്റ് ചെയ്യുക, മാറ്റുക. ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. എൻ്റെ കോടികളിൽ പോകണം, നിങ്ങളും കോടികൾക്ക് വരുന്നവർക്ക് വേണ്ടി മാത്രമുള്ള ക്ലാസ്സാണ്. ജോയിൻ ചെയ്യുക, ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. ഇപ്പോൾ ഇവിടെ നിന്ന് എൻ്റെ മുമ്പിൽ നിന്ന് ജോയിൻ ചെയ്യുന്നത് ഫീസ് എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയണോ? വേണ്ടല്ലോ അല്ലേ, എല്ലാവർക്കും അറിയാമല്ലോ. വളരെ ചെറിയ ഫീസ് മാത്രമേ വാങ്ങിക്കുന്നുള്ളൂ, വളരെ ചെറിയ ഫീസ്. ആ ക്ലാസ് ഇപ്പോൾ ഉള്ള ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സിന് പേ ചെയ്ത ആൾക്കാരുണ്ട്, അവർക്ക് ഞാൻ ഫ്രീ ആയിട്ട് അഡ്വാൻസ് വേർഷനിലേക്ക് അവർ കൊണ്ടുപോവാണ്. ഓൾറെഡി നമ്മുടെ സാധാരണ മുമ്പേ എടുത്തത് അല്ല, അതല്ല, ആ കോഴ്സ് അവിടെ തന്നെ ഉണ്ട്. ഇത് അഡ്വാൻസ്ഡ് ആണ്. ഇത്തവണ ലൈവ് ആണ്. അടുത്ത ദിവസം മുതൽ നിങ്ങൾക്ക് ലൈവ് വന്ന് പിന്നെ ആപ്പിലും കിട്ടും. അഡ്വാൻസ്ഡ് ലോ ഓഫ് അട്രാക്ഷൻ ആണ്. 15,000 രൂപയാണ് ഇതിൻ്റെ ഫീസ്, 15,000 റുപ്പീസ്. പക്ഷേ ഞാനിപ്പോൾ നൽകുന്നത് വളരെ കുറഞ്ഞു, കാരണം ഓൾറെഡി ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ് അനൗൺസ് ചെയ്തിരിക്കുന്നുണ്ട്. ഞാൻ അവർക്ക് ഫ്രീ ആയിട്ട് അവരെ നേരെ അപ്ഗ്രേഡ് ചെയ്യാണ് ഈ പ്ലാനിലേക്ക്. കാരണം ഈ ക്ലാസ് എനിക്ക് ഇപ്പോൾ എടുത്തേ പറ്റൂ. 2 കാരണമുണ്ട് ഈ ക്ലാസ് ഇപ്പോൾ എടുക്കാനായിട്ട്. ഒരു കാരണം, എൻ്റെ കോടിപതിയിലേക്ക് ഈ ക്ലാസ് ബേസാണ്. ഈ ക്ലാസ്സിലെ കോൺസെപ്റ്റാണ്, ഒരു കോൺസെപ്റ്റ് ഉണ്ട്, ഐ ആം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ബിൽഡ് ചെയ്യുന്നുണ്ട്. AIM, എവറിഡേ ഹാബിറ്റ് ചേഞ്ചസിനുള്ള ഒരു കോൺസെപ്റ്റാണ്. വേറെ കോൺസെപ്റ്റുകൾ വരും. ആ കോൺസെപ്റ്റ് ഞാൻ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ എനിക്ക് ഇവിടെ ഇരുന്നിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യണം. അത്രയും അഡ്വാൻസ് ആയിട്ടുള്ള സിസ്റ്റമാണ് കൊണ്ടുവരാൻ പോകുന്നത്. കാരണം എനിക്കും ഇവിടെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യണം. നിങ്ങളെ പഠിപ്പിക്കും, ഞാനും പ്രാക്ടീസ് ചെയ്യും. എൻ്റെ ഒരു ലക്ഷ്യമുണ്ട് എഴുതി വെച്ചത്, ഈ 2 മാസം കൊണ്ട് നേടാൻ ലക്ഷ്യം. ആ ലക്ഷ്യത്തിൽ ഈ സിസ്റ്റത്തിലൂടെ ഞാൻ കടന്നു പോകും. നിങ്ങളെയും കൂടെ ചേർക്കും. ചലഞ്ച് എടുക്കാനും ഇത് റെഡി ആയിരിക്കാൻ താല്പര്യമുള്ളവർക്ക് മാത്രം വന്നാൽ മതി. വെറുതെ ഇരിക്കാനാണെങ്കിൽ ഇല്ല, ഇതല്ല ക്ലാസ്. റെഡി ആയവർക്ക് 100% സക്സസ് റേറ്റിലേക്ക് എടുക്കാൻ വരുന്നവർക്ക് മാത്രം ഉള്ള കോഴ്സാണ്. പഠിപ്പിക്കുക എല്ലാ ദിവസവും ക്ലാസ്, എല്ലാ ദിവസമല്ല, ക്ലാസ് എടുക്കും, അത് ചെയ്യാനുണ്ട്, ആക്ഷൻ പ്ലാൻ, ഒരു ഇംപ്ലിമെൻറ്റേഷൻ. കുറച്ച് പേരെ മാത്രമേ ഉൾപ്പെടുത്തുള്ളൂ. കാരണം എന്താ അറിയോ, എല്ലാവരും ഇൻറ്റേൺ ശരിക്കും അലൈൻമെൻറ്റ് നടത്തണം, പേഴ്സണലായിട്ട് മെൻറ്റർ ചെയ്യണം. അത്രയും പണിയുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു ക്ലോസ് ഞാൻ കുറേ പ്രാവശ്യം ഈ കോഴ്സ് അനൗൺസ് ചെയ്യാൻ വേണ്ടി പണ്ടേ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ ഓരോ കാരണം വെച്ചിട്ട് അതിൻ്റെ ഒരു തീം കറക്റ്റ് ആവാതെ ഓരോ കാരണം വെച്ച് മാറി മാറിപ്പോയാണ്. ഞാൻ പറഞ്ഞിരുന്നു, $1,750 കൊടുത്തിട്ട് ഞാനൊരു ക്ലാസ്സിന് ജോയിൻ ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ എനിക്ക് തോന്നി എനിക്കത് ചെയ്യാം. ഞാനൊരു കാര്യത്തിൽ എൻ്റെ പരിപാടി എന്ന് വെച്ചാൽ, കുറച്ച് ദിവസം ഞാനിപ്പോൾ വൈഫിനോട് പറയുന്നു, ഈ ഒരു പ്രാവശ്യം സെറ്റ് ചെയ്ത ഗോളുകളെല്ലാം അച്ചീവായി, അടുത്ത ഗോൾ എന്താണ്? അപ്പോഴാണ് ഇന്ന് കുറച്ചിങ്ങനെ ഹൈ എന്ന് പറഞ്ഞ് പിടിച്ച പിടിയാണ് ഈ ഗോളിലേക്ക് ഞാൻ പോകുന്നത്. വരുന്നവർക്ക്, താല്പര്യമുള്ളവർക്ക് മാത്രം ജോയിൻ ചെയ്യാം, അല്ലാത്തവരുടെ ക്ലാസ്സിലിരുന്നോളൂ. ഞാൻ ഒരിക്കലും നിർബന്ധിക്കുന്നില്ല. ഞാൻ ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട് ടാർഗറ്റ്, ആ ടാർഗറ്റിലേക്ക് പോകാൻ റെഡിയായ ആൾക്കാർക്ക് വേണം. ബേസിക് അറ്റൻഡ് ചെയ്തവർ ആണ് ചെയ്യേണ്ടത്. ബേസിക് അറ്റൻഡ് ചെയ്തിട്ട് യാതൊരു ബന്ധവുമില്ല, അഡ്വാൻസ് ആണ്. ബേസിക്കിലെ കോൺസെപ്റ്റുകളുടെ ബഹുദൂരമായിരിക്കും കോൺസെപ്റ്റ്. ബേസിക് അപ്പം നിങ്ങൾ പറയും, ബേസിക്കൽ പഠിപ്പിച്ചത് അന്ത സാറേ ബേസിക്കൽ ഇങ്ങനെ പഠിപ്പിക്കാത്ത. ഇല്ല, ബേസിക്കൽ പഠിപ്പിച്ചതേ അല്ല. ഇത് ഹയ്യർ വേർഷനാണ്, ഹയ്യർ എനർജിയാണ്. ഞാൻ അയ്യോ എന്നുള്ള എനർജി ഇല്ല ഇവിടെ, ഒരൊറ്റപ്പെടുത്താണ്. ഇത് ഇപ്പം ചെയ്യുന്ന വെച്ചാൽ ഇപ്പം ചെയ്യുന്ന എനർജിയാണ്. നാളത്തേക്കുള്ള എനർജിയുള്ളവർ അങ്ങോട്ട് വരണ്ടേ. നാളെ എന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ, അങ്ങോട്ട് വരേ വേണ്ട, വന്നാലും ഞാൻ കാശ് തിരിച്ചു പറഞ്ഞു വിടും. അത്രയും സിസ്റ്റമാണ്. ഞാൻ പറഞ്ഞില്ലേ, ലക്ഷ്യം എൻ്റെ ഇതാണ്. എയിം സെറ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് നല്ല എനർജി വേണം. നല്ല എനർജി വേണമെങ്കിൽ എനിക്ക് കട്ടക്ക് കൂടെ നിൽക്കുന്ന ആൾക്കാരും വേണം. അപ്പോൾ നമുക്ക് വിൻ വിൻ സിറ്റുവേഷൻ, ആരാണ് വിൻ ആവുന്ന സിറ്റുവേഷനിലേക്ക് ഇറങ്ങണം, അവരാണ് എനിക്കിതിനകത്ത് വേണ്ടത്. അതുകൊണ്ട് ഞാൻ കോഴ്സ് മിനിമം, ഈ കോഴ്സിൻ്റെ പ്രൈസ് 15,000 ആയിരിക്കും എന്ന് ഉറപ്പിച്ച് പറയണു. പക്ഷേ ഇപ്പോൾ ഞാൻ പറഞ്ഞു, 2 കാര്യങ്ങൾ ഓൾറെഡി ബേസിക്കിന് വേണ്ടി ഒരു കോഴ്സ് ഞാൻ അനൗൺസ് ചെയ്തുകൊണ്ട് അവരെ ഞാൻ അപ്ഗ്രേഡ് ചെയ്യാൻ പോവുകയാണ് ഇതിലേക്ക്. അപ്പോൾ അവരുടെ അതേ ഫീസ് നിങ്ങൾക്കും തരാം. ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർ എത്രയാണെന്ന് നോക്കട്ടെ. ഈ ധൈര്യത്തോട് 4,444 രൂപ മാത്രമേ ഫീസ് വാങ്ങിക്കുന്നുള്ളൂ. ഗൂഗിൾ പേ നമ്പർ പ്രസിദ്ധ അയച്ചിട്ട് 1, 2, 3. ആദ്യം വരുന്ന 5 പേർക്ക് വേറൊരു ഗിഫ്റ്റും കൂടി കൊടുക്കുന്നുണ്ട്. ആദ്യം വരുന്ന 5 പേരിൽ ആ കോടിപതിയിലേക്ക് ക്ലബിലുള്ളവർക്കാണെങ്കിൽ അവർക്ക് സ്പെഷ്യലായിട്ടൊരു സാധനം കൂടി എൻ്റെ കയ്യിലുണ്ട്. അത് ഞാനിപ്പോൾ പറയില്ല, വളരെ സ്പെഷ്യൽ, ഒരിക്കലും നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇപ്പോൾ അടക്കുന്നവർ പെട്ടെന്ന് അടച്ചോണ്ട് നോക്കട്ടെ. ആർക്കും ഞാൻ ആദ്യത്തെ 5 പേർക്ക് ഈ 4,000-ന് മുകളിൽ 40,000 വിലയുള്ള ഒരു ഗിഫ്റ്റ് തരും.
കോടിയുടെ ക്ലബിൽ നിങ്ങൾ ഉണ്ടാവണം. കോടി ക്ലബ്ബ്, ഞാൻ തമാശയല്ല, ആ ക്ലബ്ബ് വളരെ സീരിയസ് ആയിട്ട് പോകുന്ന ഒരു ക്ലബ്ബായിരിക്കും. അവിടെ ലോ എനർജിയോ മാറ്റിവെക്കുന്നവരോ ദയവ് ചെയ്ത് അങ്ങോട്ട് വന്നേക്കരുത്. ആക്ഷൻ റെഡിയായി റിസൾട്ട് എടുക്കുന്നവർ മാത്രം. ഗൾഫിൽ നിന്നുള്ളവരെ ഇന്നോ നാളെയോ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായി ഈ ക്ലാസ്സിൽ പങ്കെടുക്കണം എന്ന് പറയുകയാണ്. ടൈം വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഫ്ലെക്സിബിൾ ആക്കി തരാം. കാരണം ഇപ്പോൾ ഇവിടുത്തെ സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾ അത്രയും നല്ലൊരു ആക്ഷൻ പ്ലാൻ ചെയ്താൽ മാത്രമാണ് നമുക്ക് അടുത്ത വർഷമാകുമ്പോഴേക്ക് സെറ്റ് ആവാൻ പറ്റുള്ളൂ. അത് ഗൾഫിൽ നിന്നും ഔട്ട് ഓഫ് ഇന്ത്യയിൽ നിന്നുള്ള ആൾ നിങ്ങൾ നിർബന്ധമായി പങ്കെടുക്കണമെന്ന് ഞാൻ പറയണം. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് അനായാസേന പറ്റും. കാരണം ആ എനർജിയിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. നാളെ തന്നെ സ്റ്റാർട്ടിങ്, നാളെ രാത്രി 9 മണിക്ക്. എനിക്ക് ആഹാ നല്ല നാളെ 22, ഇന്ന് തന്നെ തുടങ്ങിക്കളയാം. ഇന്ന് തന്നെ തുടങ്ങി. കാരണം എന്താ അറിയോ, 7 ദിവസം കൊണ്ട് ബേസിക് എത്തണം, എന്നാലേ മെയ് 1-ാം തീയതി കോടിപതി തുടങ്ങാൻ പറ്റുള്ളൂ. അങ്ങനെ വിഷയമുണ്ട്. അപ്പോൾ 7 ദിവസം ഇന്ന് വേണം, ഇന്ന് രാത്രി നാളെ രാവിലെയൊക്കെ നിങ്ങൾക്ക് കിട്ടും. റെക്കോർഡ് കിട്ടും കേട്ടോ. റെക്കോർഡ് എല്ലാം ആപ്പിലെല്ലാം അവൈലബിൾ ആയിരിക്കും. റെക്കോർഡ് വേണം, റെക്കോർഡും വേണം, ലൈവും വേണം, രണ്ടും വേണം. നാളെ തന്നെ തുടങ്ങി, റെഡി. ഓക്കെ. കാരണം ഇപ്പോൾ ഉള്ള നിങ്ങളുടെ ഇന്നർ എനർജി മാറ്റണമെങ്കിൽ ആക്ടിവിറ്റീസ് ഉണ്ട്, യോഗ ഉണ്ടാവും, മെഡിറ്റേഷൻസ് ഉണ്ടാവും, എല്ലാം അതിനകത്ത് വരുന്നതായി. ഇതിനകത്തല്ല, ഇതെല്ലാം നിങ്ങൾ ചെയ്തിട്ട് ആ എനർജി നമുക്ക് വെക്കണം. നിങ്ങൾ കൺഫേം ചെയ്യുക, ക്ലാസ് നിൽക്കുക, ഇടയിൽ വെച്ച് പോകാതിരിക്കുക, കംപ്ലീറ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക എന്ന് മാത്രമാണ് ചെയ്യാനുള്ളത്. വീണ്ടും പറയുന്നു, യെസ്, ഓക്കെ, അത്രയും എനർജി അയക്കണം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു വെരി മച്ച്.